ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ആണ് നമ്മൾ എടുക്കണേ. ഫസ്റ്റ് ലെസൺ നമ്മൾ എടുത്തു ദ മിസ്റ്റീരിയസ് പിക്ചർ. ഇറ്റ് വാസ് അബൌട്ട് എ പെയിന്റർ. ഒരു പെയിന്ററിനെ കുറിച്ചാണ് നമ്മൾ അതിൽ പറഞ്ഞത്. ടിൽ ദ ക്യാരക്ടർ ആയിരുന്നു. ടിലെ കോഡ് പെയിന്റർ ആയിട്ട് വന്നത് നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെയും സെക്കൻഡ് ലെസണും നമ്മളൊരു പെയിന്ററിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ രണ്ട് പെയിന്റേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്നത്തെ പെയിന്റർ, ഫസ്റ്റ് ലെസണിലെ പെയിന്റർ ടിൽ ഹി വാസ് എ മെച്ചുവർ പെയിന്റർ ആണ്. ഹി വാസ് എ പെയിന്റർ ഫ്രം ദ ഫ്ലെമിഷിലെ അത്രയും നല്ല പ്രശസ്തനായിട്ടുള്ള നല്ലൊരു പെയിന്റർ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒരു ചെറിയ കുട്ടിയാണ്. ഇവിടുത്തെ പെയിന്റർ. ഇനി ഇവിടുത്തെ പെയിന്ററിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഹി ഓൺലി ഡ്രോ ദ പിക്ചർ ഓഫ് ദ കാറ്റ്സ്. He always drew the picture of the cat, but it was always the picture of the cat. എപ്പോഴും പടം വരച്ചുകൊണ്ടിരിക്കും. പക്ഷെ ആ പടം എന്തിന്റെ ആയിരിക്കും? പൂച്ചയുടെ പടമാണ് ആ കുട്ടി വരയ്ക്കുള്ളൂ. സാധാരണ നിങ്ങളൊക്കെ ക്ലാസ്സിൽ ചെയ്യാറുണ്ട്. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും കാണുന്നത്, നിങ്ങളൊക്കെ എന്താ ചെയ്യാറ്? പുസ്തകത്തിൽ ഇരുന്ന് പടം വരച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും പടങ്ങൾ ഉണ്ടെങ്കിൽ ആ പടം ഡെക്കറേറ്റ് ചെയ്യാനേ നോക്കുള്ളൂ, അല്ലെ? എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ്. നോട്ട്ബുക്കില് അല്ലെങ്കിൽ ടെക്സ്റ്റില് ഇങ്ങനെ പടങ്ങൾ വരച്ചുകൊണ്ടിരിക്കുക. ഇവിടെയും നമ്മുടെ ഈ ക്യാരക്ടർ, നമ്മുടെ ബോയും, ഹി വാസ് ഓൾസോ എ സ്മോൾ ബോയ് ആണ്. പഠിക്കുന്ന സമയത്തൊക്കെ അവൻ എന്ത് ചെയ്യും? എവിടെ കണ്ടാലും പ്ലെയിൻ ആയിട്ടുള്ള ഒരു ചുമര് കണ്ടാലും എന്ത് കണ്ടാലും പ്ലെയിൻ ആയിട്ട് കണ്ടാലും അവിടെയൊക്കെ പൂച്ചയുടെ പടം വരച്ചേക്കാം. അത് മാത്രം ആ കുട്ടിക്കുള്ളൊരു ഡിഫക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് ഒരു ജപ്പാനീസ് ഫോക്ക് ടെയിൽ ആണ്. ഇറ്റ് വാസ് റിട്ടൺ ബൈ ഹാസിഗാവ ടാക്ജിറോ. ഇയാൾ എന്താ ഇവിടെ പറയുന്നത്? ഹാസിഗാവ ടാക്ജിറോ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജപ്പാനീസ് ഫോക്ക് ടെയിൽ എന്ന് പറഞ്ഞാൽ ഫുൾ അൺബിലീവബിൾ തിങ്സ് ആണ്. ഒരു കുട്ടി പടം വരയ്ക്കുന്നൊക്കെ കാര്യം ഓക്കെ, അത് നമുക്കറിയാം. സാധാരണ എല്ലാ കുട്ടികളും ചെയ്താണ് പടം വരയ്ക്കുന്നത്. പക്ഷെ ഈ സ്റ്റോറിയുടെ അവസാനത്തിലാവുമ്പോൾ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ആൻ അൺബിലീവബിൾ സ്റ്റോറി. അതിൽ കഥയിൽ ചോദ്യം പാടില്ല എന്ന് നമ്മളൊക്കെ പറയും. പക്ഷെ നമുക്ക് ഇത്തിരി വിശ്വസിക്കുന്ന കഥകളാണെങ്കിലാണ് നമുക്ക് കേൾക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ, അല്ലെ? ഈ കഥ ഒരു അൺബിലീവബിൾ സ്റ്റോറിയാണ്. ഒരിക്കലും വിശ്വസിക്കാത്ത, ഒരിക്കലും നടക്കില്ല എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു കഥയാണ് ഇവിടെ ഇയാള് പറയുന്നത്. അപ്പൊ നമുക്ക് ലെസൺ തുടങ്ങാം. പേജ് നമ്പർ 13. പേജ് നമ്പർ 13 ദ ബോയ് ഹു ഡ്രൂ ദ കാറ്റ്സ്. ഡ്രൂ എന്താ? ഡ്രോ ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഡ്രൂ എപ്പോഴും പടം വരച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രോ ചെയ്യാൻ വരയ്ക്കുക. എങ്ങനത്തെ പടമാണ്? അബൌട്ട് ദ കാറ്റ്സ്. സാധാരണ കുട്ടികളിൽ നിന്ന് തോന്നുന്ന പടങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ ഏത് പടം കാണുമോ അതൊക്കെ നിങ്ങളൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും, ഇല്ലേ? പക്ഷെ ഇവിടത്തെ കുട്ടി, ഇവിടത്തെ ഈ ബോയ്, ദിവസം നെയിം പേരൊന്നും കൊടുത്തില്ല, ദ ബോയ് എന്ന് പറയുന്നുള്ളൂ കേട്ടോ. ആ ബോയ്, ഹി വാസ് എ പെയിന്റർ ആൻഡ് ഹി ഓൺലി ഡ്രോ ദ പിക്ചർ ഓഫ് ദ കാറ്റ്. എ ലോങ് ലോങ് ടൈം അഗോ. കഥ പറയുകയാണ്, അല്ലെ? കഥ പറയുമ്പോ നമ്മൾ അങ്ങനെയല്ലേ പറയാ? പണ്ട് 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 അങ്ങനെ, അല്ലെ? പണ്ട് 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 രാജാക്കന്മാരുടെ, അല്ലെങ്കിൽ പണ്ട് പണ്ട് ഒരു കുട്ടിയുടെ, അങ്ങനെ. ഇവിടെയും പറയാണ് എ ലോങ് ലോങ് എഗോ ഇൻ എ സ്മോൾ കൺട്രി വില്ലേജ് ഇൻ ജപ്പാൻ. ജപ്പാനിലെ ഒരു ചെറിയൊരു കൺട്രിയിലെ, ഒരു വില്ലേജിലെ, ഒരു സ്മോൾ കൺട്രിയിലെ ഒരു ചെറിയൊരു വില്ലേജിലെ there lived a poor farmer and his wife. ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു ഫാമറും ഉണ്ടായിരുന്നു, അയാളുടെ വൈഫും ഉണ്ടായിരുന്നു. ഒരു കർഷകൻ, ഫാമർ, കർഷകനും അയാളുടെ ഭാര്യയും. who were very good people. നല്ല ആളുകളായിരുന്നു കേട്ടോ. അവന്റെ പാരന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവർ നല്ല മനുഷ്യരായിരുന്നു, നല്ല ആളുകളായിരുന്നു, നല്ല കർഷകരായിരുന്നു. they had a number of children. ഒരു കുട്ടിയൊന്നുമല്ല, ഇവൻ മാത്രമല്ല, നമ്പർ ഓഫ് ചിൽഡ്രൻ, കുറെ കുട്ടികളുണ്ട്. പണ്ട് കാലത്ത് കുറെ കുട്ടികളുണ്ടാവും. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ആ വീട്ടിൽ തികയുന്നില്ലാന്ന്, അത്രയും ബുദ്ധിമുട്ടായിരുന്നു. they had a number of children and found it very hard. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വെരി ഹാർഡ് ആണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. to feed them all. ഫീഡ് ഭക്ഷണം കഴിക്കാം, ഭക്ഷണം കൊടുക്കുക. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറെ മെമ്പേഴ്സ് ആണ്. അവര് ആ സ്മോൾ വില്ലേജിലെ ഒരു ചെറിയൊരു കർഷക കുടുംബം. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാനുള്ളത് തികയുന്നുണ്ടായിരുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പണ്ടൊക്കെ അങ്ങനെ ചെയ്യാം. കുറെ മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ ആ വീട്ടിൽ പറ്റില്ല. അപ്പോ കുറച്ചുപേരെ എവിടെ കൊണ്ടുവന്നാക്കും? ഒന്നില്ലെങ്കിൽ അപ്പാപ്പന്റെ അടുത്ത്, അല്ലെങ്കിൽ അമ്മാമ്മയുടെ അടുത്ത്, അല്ലെങ്കിൽ വല്ല ഏതെങ്കിലും ഒക്കെ ആശ്രമങ്ങളില് ഒക്കെ കൊണ്ടുവന്നാക്കാൻ ആ കുട്ടികൾ അവിടെ നിന്ന് പഠിക്കാൻ. കാരണം വീട്ടില് ചെലവിന് തികയില്ല. അപ്പൊ ഇവിടെയും ഇവന്റെ എൽഡർ സൺ വാസ് സ്ട്രോങ് ഇനഫ് വെൻ ഓൺലി 14 years old. എത്ര വയസ്സായപ്പോ? അവരുടെ മൂത്ത മകൻ നല്ല സ്ട്രോങ്ങർ ആണ്. 14 വയസ്സായപ്പോഴേക്കും, 14 years ആയപ്പോഴേക്കും
ഹെൽപ്പ് ഹിസ് ഫാദർ. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഫാദറിനെ ഹെൽപ്പ് ചെയ്യാം. അവൻ പണ്ട് തുടങ്ങി ചെറുപ്പത്തിലെ കുട്ടികൾ അങ്ങനെയാണ്. കുറെ മക്കളുണ്ടാവും. മൂത്തവര് പാരന്റ്സിനെ, പെൺകുട്ടികളാണെങ്കിൽ അമ്മേനെ സഹായിക്കും, ആൺകുട്ടികളാണെങ്കിൽ ഫാദർ എങ്ങോട്ടാ പോകണമെങ്കിൽ പാടത്താണോ പറമ്പിലാണോ എവിടെയാ വെച്ചാൽ അവിടെയൊക്കെ പോയി സഹായിക്കും. ഇവിടെയും ഇവരുടെ മൂത്ത മകൻ ഇവരെ നന്നായിട്ട് സഹായിക്കും. ഹെൽപ്പ് ഹിസ് ഫാദർ. ഫാദറിനെ പണി ചെയ്യാനൊക്കെ സഹായിക്കും. ആൻഡ് ദ ലിറ്റിൽ ഗേൾസ്, ഇനി പെൺമക്കള് സാധാരണ എന്താ ചെയ്യാം? ലേൺ ടു ഹെൽപ്പ് ദയർ മദറിനെ സഹായിക്കാനായിട്ട് നോക്കും. ഓൾമോസ്റ്റ് ആസ് സൂൺ ആസ് ദേ കുഡ് വാക്ക്, നടക്കാൻ തുടങ്ങുമ്പോ തുടങ്ങി. എന്താ നോക്കിയേ, എപ്പൊ തുടങ്ങിയ സഹായിക്കാം? അവര് നടക്കാൻ തുടങ്ങിയ ചെറിയ കുട്ടികൾ നമുക്കറിയാം, 1 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അവര് നടന്നു തുടങ്ങും അല്ലെ. എന്ത് പറഞ്ഞാൽ നടന്നു തുടങ്ങുമ്പോ അപ്പൊ തുടങ്ങി വലിയ പണികളല്ല ചെയ്യാം. നടന്നു തുടങ്ങിയാൽ അപ്പൊ തുടങ്ങി അവര് അമ്മ പറയുന്നത് എന്തെങ്കിലുമൊക്കെ കേട്ടോ, ഒന്നില്ലെങ്കിൽ അതെടുത്തു കൊടുക്കുക, ഇതെടുത്തു കൊടുക്കുക. അങ്ങനെ അമ്മമാരെ സഹായിക്കുന്ന പെൺകുട്ടികളെ, അതാണ്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ഇവിടെ കഴിയാണ്. ഫസ്റ്റ് പാരഗ്രാഫില് നമ്മൾ എന്താ പറയുന്നത്? ഒരു ജപ്പാനിലെ ഒരു ചെറിയൊരു വില്ലേജിലെ ഒരു ചെറിയൊരു കുടുംബം അല്ലെ. ചെറിയ കുടുംബം എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിന്റെ കാര്യത്തിലല്ല ചെറിയ കുടുംബം. മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇത് എ വെരി ബിഗ് ഫാമിലിയാണ്. കാരണം കുറെ മക്കളുണ്ട്. അപ്പൊ അതിലെ മൂത്ത ആൺകുട്ടിയൊക്കെ എന്ത് ചെയ്യും? ഫാദറിനെ പണിയിൽ സഹായിക്കും. പെൺകുട്ടികൾ നടക്കാൻ പ്രായമായപ്പോ തുടങ്ങി അമ്മേനെ സഹായിക്കും. അപ്പൊ അപ്പനെയും അമ്മയെയും നന്നായിട്ട് സഹായിക്കുന്ന മക്കള്. ബട്ട് നമ്മുടെ ഇവിടുത്തെ ക്യാരക്ടറിനെ കുറിച്ചാണ് അടുത്തത് പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഒരു പെയിന്ററിനെ കുറിച്ച്, ഒരു ബോയിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ഹി വാസ് ദ യങ്ങസ്റ്റ് ചൈൽഡ് ഓഫ് ദാറ്റ് ഫാമിലി. ആ ഫാമിലിയിലെ ഒരു യങ്ങസ്റ്റ് ചൈൽഡ്. യങ്ങസ്റ്റ് എന്താ? ഏറ്റവും ചെറുത്, ഇളയ മകനാണ്. A little boy did not seem to be fit for hard work. എന്താണ്? അവന് ഹാർഡ് വർക്ക്. ബാക്കിയുള്ള മക്കളൊക്കെ ആൺകുട്ടികൾ അപ്പനെ സഹായിക്കും, പെൺകുട്ടികൾ അമ്മനെ സഹായിക്കും. എല്ലാവരും കുടുംബത്തിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നതാണ്. പക്ഷെ ഈ കുട്ടി മാത്രം എന്താണ്? ഹി കാൻ ഡു ദ ഹാർഡ് വർക്ക് ചെയ്യാൻ. എല്ലാ കുട്ടികൾക്കും ഫിസിക്കലി, ശാരീരികമായിട്ട് ആരോഗ്യം ഉണ്ടാവില്ല അല്ലെ. ചിലര് ഇപ്പൊ നമ്മളൊരു വീട്ടിലെടുത്താൽ തന്നെ അറിയാം, ചില കുട്ടികൾ പഠിക്കാൻ നല്ല സമർത്ഥരായിരിക്കും, ചില കുട്ടികൾ പഠിക്കാൻ മോശമായിരിക്കും. പക്ഷെ അവർ പാരന്റ്സിനെ സഹായിക്കാൻ, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നല്ല മിടുക്കന്മാർ നമ്മൾ കാണാറുണ്ട് സാധാരണ അങ്ങനത്തെ കുട്ടികളെ. അപ്പൊ ഇവിടെയും ഇവൻ എന്താണ്? പണിയെടുക്കാനൊന്നും അവന് വലിയ കഴിവില്ല. ഹി വാസ് വെരി ക്ലവർ. പക്ഷെ അവന് വേറൊരു ഗുണമുണ്ട്. എന്താണ്? ഹി വാസ് വെരി ക്ലവറർ ദാൻ ഓൾ ഹിസ് ബ്രദേഴ്സ്. അവന്റെ എല്ലാ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനേക്കാളും ഏറ്റവും ക്ലവർ, നല്ല സാമർത്ഥ്യമുള്ള കുട്ടി, നല്ല കഴിവുള്ള കുട്ടി. ബട്ട് ഹി വാസ് ക്വൈറ്റ് വീക്ക് ആൻഡ് സ്മോൾ. പക്ഷെ അവനൊരു ഇതുണ്ട്. ഹി വാസ് ക്വൈറ്റ് വീക്ക്, ക്ഷീണിച്ചിരിക്കുന്നത്, ആൻഡ് സ്മോൾ, ചെറുതാണ്. അവന്റെ അത്ര അവൻ വളർച്ച വരുന്നില്ല. അവൻ ചെറുതാണ്, അവൻ ഭയങ്കര വീക്കാണ്, ക്ഷീണമാണ്, അവന് ആരോഗ്യം ഭയങ്കര വീക്കാണ്. പക്ഷെ അവൻ ക്ലെവർ ആണ് കേട്ടോ. സോ ഹിസ് പാരന്റ്സ്, അതുകൊണ്ട് തന്നെ അവന്റെ പാരന്റ്സ് തോട്ട് ഇറ്റ് വുഡ് ബി ബെറ്റർ ഫോർ ഹിം, ഇറ്റ് വുഡ് ബി ബെറ്റർ നല്ലത് എന്താണ്? ടു ഹിം ടു ബിക്കം എ പ്രീസ്റ്റ് ദാൻ ടു ബിക്കം എ ഫാമർ. എന്താണ്? അപ്പൊ അവന്റെ ഫാദർ അല്ലെങ്കിൽ അവന്റെ പാരന്റ്സ് തീരുമാനം എടുത്തു. ഹി വാസ് വെരി വീക്ക് അല്ലെ, ഭയങ്കര ക്ഷീണിച്ചായിരിക്കണേ. നോട്ട് സോ സ്ട്രോങ് ആസ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനെ പോലെ അത്ര സ്ട്രോങ് അല്ല. അവരെ പോലെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവനെന്താക്കാമെന്ന്? പ്രീസ്റ്റ് ആക്കാമെന്ന്. ഒരു വീട്ടിലെ ഏറ്റവും മോശമുള്ളവരല്ല പ്രീസ്റ്റ് ആവണം കേട്ടോ. അങ്ങനെ ഒരു ഐഡിയ നിങ്ങളിൽ വരരുത്. പക്ഷെ ഇവിടെ അവനെ വിചാരിക്കുക, അവന് പണിയെടുക്കാൻ വയ്യ. കുടുംബം കൊണ്ട് നടക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം, അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അവനെ എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫിസിക്കലി ഹി വാസ് വീക്ക്, ശാരീരികമായിട്ട് അവൻ വീക്കാണ്. പക്ഷെ നല്ല ക്ലവറാണ്, നല്ല സമർത്ഥനാണ്, നല്ല ഒന്നിനും കൊള്ളാത്തവനല്ല, നല്ല കഴിവുള്ള കുട്ടി. പക്ഷെ ഫിസിക്കലി അവൻ വീക്കാണ്. അതുകൊണ്ട് അവൻ ഒരു പ്രീസ്റ്റ് ആക്കാം ദാൻ എ ഫാമർ. കാരണം ഒരു ഫാമർ ആവാണ്, ഒരു കർഷകനാവാണെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പൊ അതിനേക്കാളും ബെറ്റർ അവനെ എന്താക്കിയാൽ മതി? ഒരു പ്രീസ്റ്റ് ആക്കാമെന്ന്. They took him with them to the village temple. എവിടേക്ക് കൊണ്ടുപോയി? അങ്ങനെ പാരന്റ്സ് അവനെ കൊണ്ടുപോവുകയാണ്. നമ്മളിപ്പോ കാണാറില്ലേ, സിസ്റ്റേഴ്സ് ആവാൻ അല്ലെങ്കിൽ അച്ഛന്മാരാകാനൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് ആശ്രമത്തില് പള്ളിയിലൊക്കെ കൊണ്ടുവന്ന് ആക്കും. അതുപോലെ അവന്റെ പാരന്റ്സ് അവനെ കൊണ്ടുവന്നാക്കുകയാണ് ടു ദ വില്ലേജ് ടെമ്പിൾ. ആ വില്ലേജിലെ ടെമ്പിളിൽ കൊണ്ടുവന്നാക്കി ആ പുരോഹിതരുടെ ഏൽപ്പിക്കാൻ പോവാണ്. ഇവനെയും ഒരു പുരോഹിതനാക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നാക്കാൻ പോവാണ്.
one day, ഒരു ദിവസം, and asked the good old priest, അവിടെ ചെന്നു. ഒരു ദിവസം അവര് വില്ലേജ് ടെമ്പിളിലേക്ക്, അവരുടെ ഗ്രാമത്തിലുള്ള ആ ടെമ്പിളിൽ ചെന്നിട്ട്, അവിടുത്തെ ടെമ്പിളിൽ ചെന്നിട്ട് അവിടുത്തെ പുരോഹിതനെ വിളിച്ചിട്ട്, ഗുഡ് ഓൾഡ് പ്രീസ്റ്റ്, വയസ്സായ ഒരു പാവം നല്ലൊരു അച്ഛനായിരുന്നു, പ്രീസ്റ്റ് പുരോഹിതനായിരുന്നു, who lived there, അവിടെ താമസിച്ചിരുന്ന പുരോഹിതനെ വിളിച്ചു. If he would have their little boy for his acolyte. എന്താ acolyte? ശിഷ്യനായിട്ട് നിർത്താൻ പറ്റുമോ? ഇവരുടെ മകനെ ഒന്ന് ഇവിടെ ശിഷ്യനായിട്ട് നിർത്താൻ പറ്റുമോ? അവനെ പുരോഹിതനാക്കാൻ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ്. ആൻഡ് ടീച്ച് ഹിം ഓൾ ദാറ്റ് എ പ്രീസ്റ്റ് ought to know. ഒരു പ്രീസ്റ്റിനെ എന്തൊക്കെ കമ്പലായിട്ട്, നിർബന്ധമായിട്ട് ഒരു പ്രീസ്റ്റ് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, നിർബന്ധമായിട്ടും ഒരു പുരോഹിതൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങള് അതൊക്കെ ഒന്ന് പഠിപ്പിക്കാൻ പറയുകയാണ്. സെക്കൻഡ് പാരഗ്രാഫ് അവസാനിക്കുകയാണ്. സെക്കൻഡ് പാരഗ്രാഫിൽ അപ്പൊ എന്താ പറഞ്ഞത്? നന്നായിട്ട് ഒന്നും കൂടി വായിച്ചു നോക്കാട്ടോ. എന്താ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്? That his parents took him to the village temple and asked the priest to make him his acolyte. കാരണം എന്താ? Because why they took him to the priest and asked him to make his acolyte? Because they wanted him to become a priest. ഒരു priest ആക്കാനാണ്. കാരണം they thought that it is better for him to become a farmer. അല്ലെ? ഒരു ഫാമർ ആകുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും എന്താണ് ബെറ്റർ എന്താണ്? to become the priest. They thought that it is better for him to become the priest than a farmer. ഒരു ഫാമറിനേക്കാളും നല്ലത് ഒരു പ്രീസ്റ്റ് ആവാനാണ്. കാരണം പ്രീസ്റ്റിന്, ഫാമർ ആണെങ്കിൽ ഫിസിക്കലി നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റണ ഫിസിക്കൽ കപ്പാസിറ്റി നന്നായിട്ട് വേണം, അല്ലെ? ഫിസിക്കലി അവൻ നല്ല വെൽ ബിൽറ്റ് ആയിരിക്കണം. പക്ഷെ ഇവൻ അങ്ങനെയല്ല, വളരെ ചെറുതാണ്, വീക്കാണ്. അതുകൊണ്ട് they decided him to become priest. കിട്ടിയില്ലേ എല്ലാവർക്കും? ഫസ്റ്റ് പാരഗ്രാഫിൽ അവന്റെ ബാക്കിയുള്ള ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വീട്ടിലെ പാരന്റ്സിനെ സഹായിക്കുന്ന കാര്യം പറഞ്ഞു. സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ ക്യാരക്ടർ ദ ബോയിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പൊ നമുക്ക് അവന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എഴുതണം. നമുക്കിപ്പോ മനസ്സിലായി ഫിസിക്കലി ഹി വാസ് നോട്ട് ഫിറ്റ് ഫോർ ഡൂയിങ് എ വർക്ക്, അല്ലെ? ആസ് എ ഫാമർ, ഒരു ഫാമർ എന്ന നിലയ്ക്ക് ജോലി ചെയ്യാൻ ഫിസിക്കലി ഹി വാസ് നോട്ട് ഫിറ്റ്. അയാൾ ഫിറ്റ് അല്ല, അയാള് അതിനുള്ള യോഗ്യത അവനില്ല. എന്ന് വെച്ചാൽ അവൻ വീക്കാണ്, ക്ഷീണമാണ്, ഹി വാസ് വെരി സ്മോൾ ആണ്. സോ ദേ ഡിസൈഡഡ് ഹിം ടു ബിക്കം ദ പ്രീസ്റ്റ്. അങ്ങനെ വില്ലേജിലെ പ്രീസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ആക്കി. ദ ഓൾഡ് മാൻ സ്പോക്ക് കൈൻഡ്. ആരാണ് അവിടുത്തെ ഓൾഡ് മാൻ? ദ പ്രീസ്റ്റ്, അല്ലേ? ആ പ്രീസ്റ്റ് സ്പോക്ക് കൈൻഡ്ലി ടു ദ ലാഡ്. കൈൻഡ്ലി, വളരെ ദയോടുകൂടി, വളരെ ദയാപൂർവം, വളരെ സ്നേഹത്തോടുകൂടി ആ കുട്ടിയോട് സംസാരിക്കുകയാണ്. ലാഡ് എന്താ? ദ ബോയ്. ആ കുട്ടിയോട് പറയുകയാണ്. ആൻഡ് ആസ്ക്ഡ് ഹിം സം ഹാർഡ് ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണ എവിടെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇപ്പൊ എവിടെയെങ്കിലും അഡ്മിഷന് പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഉണ്ടാവും, അല്ലെ? അതുപോലെ ഇവിടെ ഈ പ്രീസ്റ്റും കുറച്ച് ഹാർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. So clever was the answer that the priest agreed to take the little fellow into the temple as an acolyte. അവന്റെ ആൻസേഴ്സ് അത്രയും ക്ലവർ ആയിട്ടാണ്. He was so clever, അല്ലെ? നല്ല ക്ലവർ ആണ്. അതുകൊണ്ട് കുറെ ബുദ്ധിമുട്ടുള്ള ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്, ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീസ്റ്റ് ചോദിച്ചത്. എന്നിട്ടും അവൻ അതിനൊക്കെ ഉത്തരം പറയുകയാണ്. And to educate him for the priesthood. അങ്ങനെ അയാൾ തീരുമാനിച്ചു അവന്റെ പ്രീസ്റ്റ്ഹുഡിനെ, എന്താ പ്രീസ്റ്റ്ഹുഡ്? പൗരോഹിത്യം അവന് സ്വീകരിക്കാനായിട്ട്, അതിനുള്ള പഠിപ്പൊക്കെ പഠിപ്പിക്കാനായിട്ട് അവനെ അക്യുലേറ്റ് ആയിട്ട് എടുക്കാം എന്ന് ആ പ്രീസ്റ്റ് തീരുമാനിച്ചു. അപ്പൊ തേർഡ് പാരഗ്രാഫിൽ പറയുന്നത് പ്രീസ്റ്റ് ഒരു തീരുമാനം എടുക്കുകയാണ് ടു മേക്ക് ഹിം ഹിസ് അക്യുലേറ്റ്, അല്ലെ? അവന്റെ പാരന്റ്സ് അവനെ കൊണ്ടുവന്നാക്കിയപ്പോ പ്രീസ്റ്റ് ഒരു തീരുമാനം എടുത്തതാണ് അവനെ ഹിസ് ഡിസൈപ്പിൾ, ഹിസ് അക്യുലേറ്റ്. ബിക്കോസ് എന്താ കാരണം? എന്തുകൊണ്ടാണ് പ്രീസ്റ്റ് തീരുമാനം എടുത്തത് അവനെ ഒരു അക്യുലേറ്റ് ആയിട്ട്, അവനെ ശിഷ്യനായിട്ട് എടുക്കാം എന്ന് പറയാൻ കാരണം? പ്രീസ്റ്റ് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം, അത് നിസ്സാര ചോദ്യങ്ങളല്ല ചോദിച്ചത്. സാധാരണ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ, കുട്ടികളെ അഡ്മിഷൻ ചെല്ലുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ പ്രീസ്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എന്നിട്ടും ആ ക്വസ്റ്റ്യൻസിനെല്ലാം നല്ല ക്ലവർ ആയിട്ട് അവൻ മറുപടി പറഞ്ഞു. അപ്പൊ പ്രീസ്റ്റിന് ഭയങ്കര ഇഷ്ടമായി, അല്ലെ? ഹി ടേക്ക് ഹിം ആസ് എ
ആസ് ഹിസ് അക്വലേറ്റ്. അങ്ങനെ അവന്റെ ഡിസൈപ്പിൾ ആയിട്ട്, അവന്റെ ശിഷ്യനായിട്ട് എടുത്തു. ആൻഡ് ഫോർത്ത് പാരഗ്രാഫ് നോക്കാം. The boy learned quickly. The boy learned quickly. Learned, പഠിച്ചു. പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. കാരണം ഇവിടെ സ്റ്റോറി പറയുന്നത്, കഥ പറയുമ്പോൾ എപ്പോഴും പാസ്റ്റ് ടെൻസിലാണ്. The boy learned quickly. ലേൺ ചെയ്യാ, പഠിക്കുകയാണ്. ക്വിക്ലി, പെട്ടെന്ന് പഠിക്കുകയാണ്. What the old priest had taught him. ആ ഓൾഡ് പ്രീസ്റ്റ് പഠിപ്പിച്ചു. പ്രീസ്റ്റ്ഹുഡിന് ആവശ്യമുള്ള എല്ലാം പഠിപ്പിക്കാൻ തീരുമാനിച്ചു അല്ലെ. അപ്പൊ ഒരു പ്രീസ്റ്റ് ആവാൻ, ഒരു പുരോഹിതനാകാൻ ആവശ്യമുള്ള പൗരോഹിത്യം എന്ന ആ പദവി കിട്ടാൻ വേണ്ടി എന്തൊക്കെ പഠിക്കണം അതൊക്കെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആ കുട്ടി അതെല്ലാം പഠിച്ചു. പ്രീസ്റ്റ് പഠിപ്പിക്കുന്നത് എല്ലാം പഠിക്കുകയാണ്. ആൻഡ് വാസ് വെരി ഒബീഡിയന്റ്, അനുസരണയുള്ള, നല്ല അനുസരണയുള്ള കുട്ടിയാണ്. ഇൻ മോസ്റ്റ് തിങ്സ്, അധിക കാര്യങ്ങളിലും ആ കുട്ടി എങ്ങനെയാണ്, ഭയങ്കര ഒബീഡിയന്റ് ആണ്. ഒബീഡിയന്റ് ആണെന്ന് വെച്ചാൽ അനുസരണശീലമുള്ള കുട്ടി. ബട്ട് ഹി ഹാഡ് വൺ ഫാൾട്ട്. എല്ലാ നല്ല കുട്ടികളൊക്കെ ആയിരിക്കും, അവർക്ക് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടാവും അല്ലെ. അതുപോലെ എല്ലാ തെറ്റുകളും ചെയ്യുന്ന എത്ര വികൃതിയുള്ള കുട്ടിയാണെങ്കിലും നോക്കിക്കോ, എത്ര ചീത്ത കുട്ടികളായാലും അവരുടെ ഉള്ളിൽ ഒരു നന്മ ഉണ്ടാവും, എന്തെങ്കിലും. ആ നന്മ കണ്ടെത്തി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടെന്നാൽ അവരെ നേരെയാക്കും. അതുപോലെ തന്നെയാണ് എല്ലാ നല്ല ഗുണമുള്ള കുട്ടിക്കും. ഒരാളും പെർഫെക്റ്റ് ആവില്ല കേട്ടോ. എല്ലാവരും പറയും ഇപ്പൊ നന്നായിട്ട് പഠിക്കും, നന്നായിട്ട് ഡാൻസ് ചെയ്യും, നന്നായിട്ട് കളിക്കും, ഇതൊക്കെ ഉണ്ടെങ്കിലും അവനിൽ ഒരു അല്ലെങ്കിൽ അവളിൽ ഒരു ഡിഫക്റ്റ്, എന്തായാലും ഒരു ഫോൾട്ട് ഉണ്ടാവും. ഇവിടെയും ഈ കുട്ടിക്കും ഒരു ഫോൾട്ട് ഉണ്ട്. വാട്ട് വാസ് ഹിസ് ഫോൾട്ട്? ഹി വാസ് എ വെരി ക്ലവർ ആണ്, എല്ലാ കാര്യങ്ങളും. പക്ഷെ വൺ ഫോൾട്ട് ഉണ്ട്. ഹി വാസ് എ വെരി ഒബീഡിയന്റ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു. ഹി ലൈക്ക് ടു ഡ്രോ ദ കാറ്റ്സ് ഡ്യൂറിങ് സ്റ്റഡി അവേഴ്സ്. സ്റ്റഡി അവേഴ്സിൽ പോലും അവൻ എന്ത് ചെയ്യും, പടം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുള്ള കാര്യമല്ല. പക്ഷെ സ്റ്റഡി അവേഴ്സിൽ പോലും എന്ത് ചെയ്യുമായിരുന്നു, അവൻ പടം വരച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കുന്ന സമയത്തും അവൻ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടു ഡ്രോ ദ കാറ്റ്സ് even where the cats ought not to have been drawn at all. And draw cats, അവൻ നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. പക്ഷെ അവന്റെ ഒരു ഡ്രോബാക്ക്, അവന്റെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ ദ സ്റ്റഡി അവേഴ്സിലേക്ക് ഈ ഡ്രോ ദ കാറ്റ്സ്, പടങ്ങൾ വരയ്ക്കും. അതും പൂച്ചയുടെ പടം മാത്രമേ ഇരുന്ന് വരയ്ക്കുള്ളൂ. And draw the cats even where cats ought not to have been drawn at all. ഒരിക്കലും പൂച്ചയുടെ പടം വരയ്ക്കേണ്ടടുത്ത് പോലും, വരയ്ക്കാൻ പാടില്ലാത്തടത്ത് പോലും അവൻ ഇരുന്ന് പടം വയ്ക്കും. ഇപ്പൊ ഒരു ചുമര് കണ്ടു, പ്ലെയിൻ ആയിട്ടുള്ള ചുമര്, അത് കണ്ട അപ്പൊ അവൻ അവിടെ പോയി വരയ്ക്കാം. ഏത് പുസ്തകം കണ്ടാലും അതുമുഴുവൻ അവൻ വരയ്ക്കും. അപ്പൊ അവന്റെ ഭാഗത്തുനിന്ന് ഒരു ഫോൾട്ട് ആയിരുന്നു അത്. എവിടെയൊക്കെ പടം കാണുന്നു അവിടെയൊക്കെ, എവിടെയൊക്കെ സ്ഥലം കാണുന്നു, പ്ലെയിൻ ആയിട്ടുള്ള വാൾ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലം എവിടെ കാണുന്നു അവിടെ അവൻ ആ പടം വരയ്ക്കുകയാണ്. അപ്പൊ ഈ ഫസ്റ്റ് 4 പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത് ആ ബോയിനെ കുറിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത് അല്ലെ. നമ്മുടെ സ്റ്റോറി പറഞ്ഞു ഇറ്റ് വാസ് എ ജപ്പാനീസ് ഫോക്ക് ടെയിൽ ആണെന്ന് പറഞ്ഞു. ഈ ജപ്പാനീസ് ഫോക്ക് ടെയിലിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് അൺബിലീവബിൾ. തുടക്കമൊന്നും വിശ്വസിക്കാത്തൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, സംഭവങ്ങൾ നടക്കാൻ പോകുന്നുള്ളൂ. ഈ നടക്കുന്ന സംഭവങ്ങൾ വരുമ്പോഴാണ് നമുക്ക് അൺബിലീവബിൾ ആയിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങൾ ഇവിടെ ഈ സ്റ്റോറിയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ തുടക്കം സാധാരണ ഒരു കുടുംബത്തിനെ പോലെ തന്നെ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. ഹിസ് ഫാദർ, he was a farmer and they had many children. കുറെ മക്കളുണ്ട്. അതിലെ യങ്ങസ്റ്റ് ചൈൽഡ് ആണ് ഇത് അല്ലെ. why he was taken to be a priest? പ്രീസ്റ്റിന്റെ അടുത്തേക്ക് എന്തിനാ അവനെ കൊണ്ടുപോയത്? അവന്റെ പാരന്റ്സ് അവനെ കൊണ്ടുപോകാൻ കാരണം he was very weak, വളരെ ക്ഷീണിച്ച്, വളരെ വീക്ക് ആയിട്ട്. he was not strong enough to do the work in the field. ഫീൽഡിലെ പാടത്ത് അല്ലെങ്കിൽ പറമ്പിൽ ജോലി ചെയ്യാൻ ആ കുട്ടിക്ക് സാധിക്കില്ല, ക്ഷീണമാണ്. അതുകൊണ്ട് his parents thought that it is better to make him a priest than a farmer. ഒരു ഫാമറിനേക്കാളും നല്ലത് ഒരു പ്രീസ്റ്റ് ആക്കുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവർ ആ വില്ലേജ് പ്രീസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. വില്ലേജ് പ്രീസ്റ്റ് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, പറഞ്ഞില്ലേ നമ്മള്, കുറെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷെ അവർ അതിനൊക്കെ ഉത്തരം പറഞ്ഞു. അപ്പൊ പ്രീസ്റ്റിന് ഇഷ്ടമായി. പ്രീസ്റ്റ് ഒരു കാര്യം തീരുമാനിച്ചു. എന്തായിരുന്നു? he determined to take him as his acolyte. അങ്ങനെ അവനെ എടുക്കുകയാണ്. പക്ഷെ അവനിൽ ഒരു ഫോൾട്ട് ഉണ്ടായിരുന്നു. he always drew the pictures of the cat. അതായിരുന്നു അവന്റെ ഫോൾട്ട്. ഇത്രയും നമ്മള് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം നമ്മുടെ സ്റ്റോറി ഇനി തുടങ്ങുകയാണ്. അവൻ പ്രീസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് എന്താ ഉണ്ടാവണേ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.